JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കമ്പനി ബോർഡ് LGSന് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള 2026 ജനുവരിയിലെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 2026 പത്മവിഭൂഷൺ അവാർഡ് ജേതാക്കൾ 2026 പത്മവിഭൂഷൺ അവാർഡ് ജേതാക്കൾ ആരൊക്കെയാണ്? ഒന്ന് VS അച്യുതാനന്ദനാണ് അല്ലേ, മുൻ കേരള മുഖ്യമന്ത്രി. അത് മരണാനന്തര ബഹുമതിയായിട്ടാണ് പത്മവിഭൂഷൺ ലഭിച്ചത്. അടുത്തത് KT തോമസ് ആണ്, മുൻ സുപ്രീം കോടതി ജഡ്ജി. അടുത്തത് P നാരായണൻ, പ്രശസ്ത എഴുത്തുകാരനാണ്. അടുത്തത് N രാജം, ക്ലാസിക്കൽ വയലിനിസ്റ്റ് ആണ്. അടുത്തത് ധർമ്മേന്ദ്ര, സിനിമാ താരമാണ്. അത് മരണാനന്തര ബഹുമതിയായിട്ടാണ് ലഭിച്ചത്. അപ്പോൾ 2026 പത്മവിഭൂഷൺ അവാർഡ് ജേതാക്കൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. VS അച്യുതാനന്ദൻ, KT തോമസ്, P നാരായണൻ, N രാജം, ധർമ്മേന്ദ്ര. അടുത്ത് 2026 പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ച മലയാളികൾ. 2026 പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ച മലയാളികൾ ആരൊക്കെയാണ്? മമ്മൂട്ടി, കലാ കേരളം. വെള്ളാപ്പള്ളി നടേശൻ, പൊതുകാര്യം കേരളം. അപ്പോൾ 2026 പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ച മലയാളികൾ ആരൊക്കെയാണ്? മമ്മൂട്ടിയും വെള്ളാപ്പള്ളി നടേശനും. അടുത്ത് 2026 പത്മശ്രീ ലഭിച്ച മലയാളികൾ. 2026 പത്മശ്രീ ലഭിച്ച മലയാളികൾ ആരൊക്കെയാണ്? ഡോക്ടർ AE മുത്തുനായകം, ബഹിരാകാശ ശാസ്ത്രജ്ഞനാണ്. കലാമണ്ഡലം വിമല മേനോൻ, മോഹിനിയാട്ടമാണ്. കൊല്ലങ്കൽ G ദേവകിയമ്മ, ജൈവ വൈവിധ്യ സംരക്ഷണ. അപ്പോൾ ഈ 2026 പത്മശ്രീ ലഭിച്ച മലയാളികൾ ആരൊക്കെയാണ്? ഡോക്ടർ AE മുത്തുനായകം, കലാമണ്ഡലം വിമല മേനോൻ, കൊല്ലങ്കൽ G ദേവകിയമ്മ. ഓർത്തിരിക്കണം കേട്ടോ. 2026 പത്മശ്രീ പുരസ്കാരം ലഭിച്ച മഹാരാഷ്ട്രയിൽ നിന്നുള്ള ശിശുരോഗ വിദഗ്ധ. 2026 പത്മശ്രീ പുരസ്കാരം ലഭിച്ച മഹാരാഷ്ട്രയിൽ നിന്നുള്ള ശിശുരോഗ വിദഗ്ധ ആരാണ്? ഡോക്ടർ അർമിഡ ഫെർണാണ്ടസ്. ഡോക്ടർ അർമിഡ ഫെർണാണ്ടസിനാണ് 2026 പത്മശ്രീ പുരസ്കാരം ലഭിച്ച മഹാരാഷ്ട്രയിൽ നിന്നുള്ള ശിശുരോഗ വിദഗ്ധ ഡോക്ടർ അർമിഡ ഫെർണാണ്ടസ്. ഇന്ത്യയുടെ പരമോന്നത സൈനിക ബഹുമതിയായ അശോക ചക്ര 2026 ലഭിച്ച ബഹിരാകാശ യാത്രികൻ. ഇന്ത്യയുടെ പരമോന്നത സൈനിക ബഹുമതിയായ അശോക ചക്ര 2026 ലഭിച്ച ബഹിരാകാശ യാത്രികൻ ആരാണ്? ശുഭാംശു ശുക്ല. ശുഭാംശു ശുക്ലയാണ് ഇന്ത്യയുടെ പരമോന്നത സൈനിക ബഹുമതിയായ അശോക ചക്ര 2026 ലഭിച്ച ബഹിരാകാശ യാത്രികൻ. ഇന്ത്യയുടെ രണ്ടാമത്തെ പരമോന്നത സൈനിക ബഹുമതിയായ കീർത്തി ചക്ര ലഭിച്ച മലയാളി. ഇന്ത്യയുടെ രണ്ടാമത്തെ പരമോന്നത സൈനിക ബഹുമതിയായ കീർത്തി ചക്ര ലഭിച്ച മലയാളി പ്രശാന്ത് ബാലകൃഷ്ണൻ. പ്രശാന്ത് ബാലകൃഷ്ണൻ. ഇന്ത്യയുടെ രണ്ടാമത്തെ പരമോന്നത സൈനിക ബഹുമതിയായ കീർത്തി ചക്ര ലഭിച്ച മലയാളി പ്രശാന്ത് ബാലകൃഷ്ണൻ. 2026 ജനുവരി കേരളത്തിന്റെ സംസ്ഥാന സൂക്ഷ്മജീവിയായി പ്രഖ്യാപിച്ചത്. 2026 ജനുവരിയിൽ കേരളത്തിന്റെ സംസ്ഥാന സൂക്ഷ്മജീവിയായി പ്രഖ്യാപിച്ചത് ബാസിലസ് സബ്ടിലിസ്. ബാസിലസ് സബ്ടിലിസ്. 2026 ജനുവരി കേരളത്തിന്റെ സംസ്ഥാന സൂക്ഷ്മജീവിയായി പ്രഖ്യാപിച്ചത് ബാസിലസ് സബ്ടിലിസ്. സ്വന്തമായി ഒരു ഔദ്യോഗിക സൂക്ഷ്മാണുവിനെ പ്രഖ്യാപിക്കുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം. സ്വന്തമായി ഒരു ഔദ്യോഗിക സൂക്ഷ്മാണുവിനെ പ്രഖ്യാപിക്കുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? കേരളമാണ് അല്ലെ. കേരളമാണ് സ്വന്തമായി ഒരു ഔദ്യോഗിക സൂക്ഷ്മാണുവിനെ പ്രഖ്യാപിക്കുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം. 2026 ജനുവരി 28-നുണ്ടായ വിമാനാപകടത്തിൽ മരണപ്പെട്ട മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി. 2026 ജനുവരി 28-നുണ്ടായ വിമാനാപകടത്തിൽ മരണപ്പെട്ട മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി ആരാണ്?
അജിത് പവാർ. അജിത് പവാർ ആണ് 2026 ജനുവരി 22 വിമാനാപകടത്തിൽ മരണപ്പെട്ട മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി. 2026 ജനുവരിയിൽ മഹാരാഷ്ട്രയുടെ ആദ്യ വനിതാ ഉപമുഖ്യമന്ത്രിയായി സ്ഥാനമേറ്റെടുത്തത് ആര്? 2026 ജനുവരിയിൽ മഹാരാഷ്ട്രയുടെ ആദ്യ വനിതാ ഉപമുഖ്യമന്ത്രിയായി സ്ഥാനമേറ്റെടുത്തത് ആരാണ്? സുനേത്ര പവാർ. സുനേത്ര പവാർ ആണ് 2026 ജനുവരിയിൽ മഹാരാഷ്ട്രയുടെ ആദ്യ വനിതാ ഉപമുഖ്യമന്ത്രിയായി സ്ഥാനമേറ്റെടുത്തത്. 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ വിലക്കേർപ്പെടുത്താൻ പദ്ധതിയിടുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം. 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ വിലക്കേർപ്പെടുത്താൻ പദ്ധതിയിടുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശ് ആണ് 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ വിലക്കേർപ്പെടുത്താൻ പദ്ധതിയിടുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം. 2026 ജനുവരിയിൽ അന്തരിച്ച മുൻ ഹൈക്കോടതി ജഡ്ജി. 2026 ജനുവരിയിൽ അന്തരിച്ച മുൻ ഹൈക്കോടതി ജഡ്ജി ആരാണ്? ജസ്റ്റിസ് എസ് സിരിജഗൻ. 2026 ജനുവരിയിൽ അന്തരിച്ച മുൻ ഹൈക്കോടതി ജഡ്ജി ആരാണ്? ജസ്റ്റിസ് എസ് സിരിജഗൻ. ജസ്റ്റിസ് എസ് സിരിജഗൻ ആണ് 2026 ജനുവരിയിൽ അന്തരിച്ച മുൻ ഹൈക്കോടതി ജഡ്ജി. 2025 ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരത്തിന് അർഹയായ മൊസാംബിക് മനുഷ്യാവകാശ പ്രവർത്തക. 2025 ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരത്തിന് അർഹയായ മൊസാംബിക് മനുഷ്യാവകാശ പ്രവർത്തക ആരാണ്? ഗ്രാസ മാർഷൽ ആണ്. ഗ്രാസ മാർഷൽ ആണ് 2025 ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരത്തിന് അർഹയായ മൊസാംബിക് മനുഷ്യാവകാശ പ്രവർത്തക. നാഷണൽ ബ്യൂറോ ഓഫ് ആനിമൽ ജനറ്റിക് റിസോഴ്സസ് അതായത് NBAGR ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്ത ഉയർന്ന പാൽ ഉൽപാദന ശേഷിയുള്ള സിന്തറ്റിക് പശു ഇനങ്ങൾ. നാഷണൽ ബ്യൂറോ ഓഫ് ആനിമൽ ജനറ്റിക് റിസോഴ്സസ് NBAGR ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്ത ഉയർന്ന പാൽ ഉൽപാദന ശേഷിയുള്ള സിന്തറ്റിക് പശു ഇനങ്ങൾ ഏതാണ്? കരൺ ഫ്രൈസ് വൃന്ദാവനി. കരൺ ഫ്രൈസ് വൃന്ദാവനി. സംസ്ഥാനത്തെ മുഴുവൻ ഗ്രാമപഞ്ചായത്ത് ഓഫീസുകൾക്കും മഹാത്മാഗാന്ധിയുടെ പേര് തീരുമാനിച്ച സംസ്ഥാനം. സംസ്ഥാനത്തെ മുഴുവൻ ഗ്രാമപഞ്ചായത്ത് ഓഫീസുകൾക്കും മഹാത്മാഗാന്ധിയുടെ പേര് തീരുമാനിച്ച സംസ്ഥാനം ഏതാണ്? കർണാടക. കർണാടകയാണ് സംസ്ഥാനത്തെ മുഴുവൻ ഗ്രാമപഞ്ചായത്ത് ഓഫീസുകൾക്കും മഹാത്മാഗാന്ധിയുടെ പേര് തീരുമാനിച്ച സംസ്ഥാനം. 2026 ജനുവരി അന്തരിച്ച ഇന്ത്യൻ ശബ്ദം എന്നറിയപ്പെടുന്ന പ്രശസ്ത BBC പ്രവർത്തകൻ. 2026 ജനുവരി അന്തരിച്ച ഇന്ത്യൻ ശബ്ദം എന്നറിയപ്പെട്ടിരുന്ന പ്രശസ്ത BBC പത്രപ്രവർത്തകൻ ആരാണ്? മാർക്ക് ടള്ളി. മാർക്ക് ടള്ളി. മാർക്ക് ടള്ളിയാണ് 2026 ജനുവരി അന്തരിച്ച ഇന്ത്യൻ ശബ്ദം എന്നറിയപ്പെട്ടിരുന്ന പ്രശസ്ത BBC പത്രപ്രവർത്തകൻ. രാഷ്ട്രപതി ഭവനിൽ ദ്രൗപദി മുർമു ഉദ്ഘാടനം ചെയ്ത പുതിയ ലൈബ്രറി. രാഷ്ട്രപതി ഭവനിൽ ദ്രൗപദി മുർമു ഉദ്ഘാടനം ചെയ്ത പുതിയ ലൈബ്രറി എന്താണ്? ഗ്രന്ഥകുടീർ. ഗ്രന്ഥകുടീർ. രാഷ്ട്രപതി ഭവനിൽ ദ്രൗപദി മുർമു ഉദ്ഘാടനം ചെയ്ത പുതിയ ലൈബ്രറി ഏതാണ്? ഗ്രന്ഥകുടീർ. കേരള സാമൂഹ്യ നീതി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന ഭിന്നശേഷി പ്രതിഭകളുടെ സർഗോത്സവം. കേരള സാമൂഹ്യനീതി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന ഭിന്നശേഷി പ്രതിഭകളുടെ സർഗോത്സവം. സവിശേഷ എന്താണ്? സവിശേഷ. സവിശേഷ കേരള സാമൂഹ്യനീതി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന ഭിന്നശേഷി പ്രതിഭകളുടെ സർഗോത്സവം. 2026 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം കിരീട ജേതാക്കൾ. 2026 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം കിരീട ജേതാക്കൾ. കണ്ണൂര്, വേദി, തൃശ്ശൂര്. കണ്ണൂരാണ് കിരീട ജേതാക്കള്, വേദി തൃശ്ശൂര്. സ്ത്രീകളുടെ സുരക്ഷയും ശാക്തീകരണവും ലക്ഷ്യമിട്ട് കേരള വനിതാ കമ്മീഷൻ ആവിഷ്കരിച്ച പറന്നുയരാം കരുത്തോടെ ക്യാമ്പയിന്റെ ഗുഡ്വിൽ അംബാസിഡർ. സ്ത്രീകളുടെ സുരക്ഷയും ശാക്തീകരണവും ലക്ഷ്യമിട്ട്
കേരള വനിതാ കമ്മീഷൻ ആവിഷ്കരിച്ച പറന്നുയരാം കരുത്തോടെ ക്യാമ്പയിന്റെ ഗുഡ്വിൽ അംബാസിഡർ ആരാണ്? മഞ്ജു വാര്യർ. മഞ്ജു വാര്യർ ആണ് സ്ത്രീകളുടെ സുരക്ഷയും ശാക്തീകരണവും ലക്ഷ്യമിട്ട് കേരള വനിതാ കമ്മീഷൻ ആവിഷ്കരിച്ച പറന്നുയരാം കരുത്തോടെ ക്യാമ്പയിന്റെ ഗുഡ്വിൽ അംബാസിഡർ. അടുത്ത് കുടുംബശ്രീയുടെ കാർഷിക ഭക്ഷ്യ വിഭവങ്ങൾ ആഗോള വിപണിയിൽ എത്തിക്കുന്ന പുതിയ ബ്രാൻഡ്. കുടുംബശ്രീയുടെ കാർഷിക ഭക്ഷ്യ വിഭവങ്ങൾ ആഗോള വിപണിയിൽ എത്തിക്കുന്ന പുതിയ ബ്രാൻഡ് ഏതാണ്? കെ ഇനം. കെ ഇനമാണ്. കുടുംബശ്രീയുടെ കാർഷിക ഭക്ഷ്യ വിഭവങ്ങൾ ആഗോള വിപണിയിൽ എത്തിക്കുന്ന പുതിയ ബ്രാൻഡ് ഏതാണ്? കെ ഇനം. കെ ഇനമാണ് കുടുംബശ്രീയുടെ കാർഷിക ഭക്ഷ്യ വിഭവങ്ങൾ ആഗോള വിപണിയിൽ എത്തിക്കുന്ന പുതിയ ബ്രാൻഡ്. ജപ്പാൻ മസ്തിഷ്ക ജ്വരത്തിന് കാരണമാകുന്ന വൈറസിനെ മനുഷ്യരിലേക്ക് പടർത്തുന്ന കൊതുക് വിഭാഗം. ജപ്പാൻ മസ്തിഷ്ക ജ്വരത്തിന് കാരണമാകുന്ന വൈറസിനെ മനുഷ്യരിലേക്ക് പടർത്തുന്ന കൊതുക് വിഭാഗം ഏതാണ്? ക്യൂലെക്സ് ആണ്. ക്യൂലെക്സ്. ക്യൂലെക്സ് ആണ് ജപ്പാൻ മസ്തിഷ്ക ജ്വരത്തിന് കാരണമാകുന്ന വൈറസിനെ മനുഷ്യരിലേക്ക് പടർത്തുന്ന കൊതുക് വിഭാഗം. രാജ്യത്തെ ഗവർണർമാരുടെ ഔദ്യോഗിക വസതിയായ രാജഭവൻ എന്നതിനുള്ള പുതിയ പേര്. രാജ്യത്തെ ഗവർണർമാരുടെ ഔദ്യോഗിക വസതിയായ രാജഭവൻ ഇന്നതിനുള്ള പുതിയ പേര് എന്താണ്? ലോക് ഭവൻ. ലോക് ഭവൻ. രാജ്യത്തെ ഗവർണർമാരുടെ ഔദ്യോഗിക വസതിയായ രാജഭവൻ എന്നതിനുള്ള പുതിയ പേരെന്താണ്? ലോക് ഭവൻ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.